സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ അന്ധഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമന്നാരായണീയത്തിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം വിരാട് പുരുഷ വർണ്ണന, ഭഗവാന്റെ സ്ഥൂല ശരീരത്തെ വർണ്ണിക്കലാണ്. 5-ാമത്തെ ശ്ലോകത്തിൽ നോട്ടമാണ് ലോകസൃഷ്ടി ഈക്ഷണം എന്ന് പറയുണ്ടായി. ചെവി എന്ന് പറയുന്നത് ദിക്കുകളാണ്. ലോകത്തിലെ ദിക്ക് ഭഗവാന്റെ ചെവിയാണ്. ലോകത്തിലെ കാണുന്ന അശ്വിനി ദേവതകൾ ഉള്ള അശ്വിനി ദേവതകളാണ് മൂക്ക് എന്ന് പറഞ്ഞു 3, നാസികേ ദ്വേ 2 നാസിക ദ്വാരങ്ങൾ, ലോഭവും ത്രപവും. ലോഭം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ത്രപം എന്ന് പറഞ്ഞാൽ ലജ്ജ. ലോഭം എന്ന് പറയുന്നത് അധരം, കീഴ്ച്ചുണ്ട്. ലജ്ജ എന്ന് പറയുന്നത് മേൽച്ചുണ്ട്. താരങ്ങൾ, നക്ഷത്രങ്ങളും അണപ്പല്ലുകൾ യമനും ആയിട്ടാണ് പറഞ്ഞത്. അടുത്ത ചില കാര്യങ്ങൾ, മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിക്വാജലം നജനമീശ ശകുന്തപങ്ക്തി സിദ്ധാതയസ്വരഗണാമുഖരന്ധ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തപധർമ്മദേവാ. ഇവിടെ സംബോധനയാണ് ഏ ഈശ, അല്ലയോ സ്തവ വിലാസഹസിതം, മായാവിലാസഹസിതം ശ്വസിതം സമീരോ. 2-ാമത്തെ വരിയിലാണ് സംബോധന. ജിഹ്വാജലം വചനം ഈശ, മീശയല്ല ഈശയാണ്. വചനം പ്ലസ് ഈശ, വചനമീശ സംബോധനയാണ്. ഈശ എന്നാണ്. വചനവും ഈശയും കുടുംബം ഈശയായതാ. ഏ ഈശ. ശ്വസിതം സമീരോ, ലോകത്തിൽ കാണപ്പെടുന്നതായ വായു അല്ലെങ്കിൽ കാറ്റ്, സമീരൻ. എന്താണ്? അങ്ങേ സംബന്ധിച്ച് ശ്വാസമാണ്, ഭഗവാന്റെ ശ്വാസം. പിന്നെ മായ, അത് ഭഗവാന്റെ പുഞ്ചിരിയാണ്. പുഞ്ചിരി കൊണ്ടാണല്ലോ എല്ലാവരെയും മയക്കുക. അപ്പോൾ മായ എല്ലാവരെയും മയക്കുന്നതാണ്. മായാവിലാസകഥ ആദ്യം അതാണ്. ഭഗവാന്റെ പുഞ്ചിരി ആണ് മായ. ഭഗവാൻ പുഞ്ചിരിക്കുന്നത് എല്ലാവരും ആ മായയിൽ കുടുങ്ങി സത്യത്തെ മറക്കാൻ, ഭൂരിപക്ഷം സത്യത്തെ മറക്കണവരാ. മായാവിലാസഹസിതം, അങ്ങയുടെ പുഞ്ചിരി മായയാകുന്നു. ശ്വസിതം സമീരോ, ശ്വാസോച്ഛ്വാസങ്ങൾ വായു ആകുന്നു. ജിഹ്വാ ജലം, നാവ് ജലമാണ്, വരുണനാണ് എന്ന് പറയുന്നു. അതുതന്നെയാണ് ജലം. സൃഷ്ടിയുടെ ആ ഒരു ഭാഗത്ത് പറയുമ്പോൾ വരുണൻ ജലം, വരുണൻ്റെ ജലത്തിൻ്റെ ദേവതയാണല്ലോ വരുണൻ. അപ്പം നാവ് എപ്പോഴും വരുണനാണ്. പിന്നെ പറയണ ശകുന്തപങ്ക്തി, പക്ഷികൾ. ശകുന്തള എന്ന് പറയാൻ എന്താ കാരണം? പക്ഷികൾ രക്ഷിച്ചതുകൊണ്ടാണ്. വിശ്വാമിത്രൻ്റെയും മേനകയുടെയും പുത്രിയെ പക്ഷികൾ രക്ഷിച്ചതുകൊണ്ടാണ് ശകുന്തള എന്ന് പേര് വന്നത്. ശകുന്തം എന്ന് പറഞ്ഞാൽ പക്ഷി എന്നർത്ഥമാണ് ശകുന്തം. അപ്പം ശകുന്തള, പക്ഷികളാൽ രക്ഷിക്കപ്പെട്ടവൾ. അർത്ഥമുണ്ട് അതിന്. ശകുന്തള വെറുതെ ഒരു പേരല്ല. പണ്ട് എല്ലാ പേരിനും അർത്ഥം ഉണ്ടാവും. ഇപ്പം അർത്ഥമല്ലേ ആയിട്ടു. എന്തായാലും ശകുന്തപങ്ക്തി, പങ്ക്തി എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ്. പക്ഷികൾ സമൂഹം ഭഗവാന്റെ വാക്കാണ്. എന്താ കാരണം വെച്ചാൽ മിക്കവാറും പക്ഷികളുടെ ശബ്ദം മനുഷ്യന് കളകള ശബ്ദത്തോടു കൂടി സുഖം ഉണ്ടാക്കുന്നതാണ്. ഇന്നിപ്പോൾ ചിലപ്പോൾ തോന്നും ഈ മയിലുകളുടെ ശബ്ദം മാത്രം ചിലപ്പോൾ കർണകഠോരമായിട്ട്. കാരണം അത് അധികമായ ഏത് മടുക്കത്രേ. ഇപ്പം എവിടെ നോക്കിയാലും മയിലായി. പണ്ട് മയിലൊരു അപൂർവ പക്ഷിയായിരുന്നു. പിറ്റങ്ങോട്ട് ഉറക്ക വച്ചിടാൻ തുടങ്ങിയ വല്ലാത്ത ശബ്ദമല്ലേ. പക്ഷേ നേരെ വിളിച്ചൊരു മഞ്ഞക്കിളി അല്ലെങ്കിൽ ഒരു കുയിൽ, ഏത് പക്ഷികളുടെ കളനാദം നമുക്ക് ആനന്ദം ഉണ്ടാക്കും. മരങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പക്ഷികളുടെ ശബ്ദമൊന്നും അധികം കേൾക്കാനില്ല.
പക്ഷികളും കുറഞ്ഞിടങ്ങി. ഇപ്പോൾ ഈ ഉൾഗ്രാമത്തിലൊക്കെ ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഭാഗ്യം ഉണ്ടാവും അല്ലേ, പക്ഷികളുടെ ശബ്ദം. മറ്റത് കാറിൻ്റെയും ബസ്സിൻ്റെയും വാഹനങ്ങളുടെയും ഹോണടിയും അസഖ്യമായിട്ടുള്ള ശബ്ദങ്ങളെ നമ്മൾ കേൾക്കുള്ളൂ. അതിനോട് കുയിലിൻ്റെ പാട്ട്, അഞ്ഞക്കിളിയുടെ ശബ്ദം, അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തൊരു സുഖമാണത്. വെറുതെ അല്ല അതിനെ ഈശ്വരൻ്റെ വചനം അല്ലെങ്കിൽ വാക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത്ര സുഖമുണ്ട് പക്ഷികളുടെ ശബ്ദമൊക്കെ രാവിലെ കേട്ടിട്ട് ഇങ്ങനെ ഉണരുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ ശബ്ദമാണ് പക്ഷികളുടെ ശബ്ദം എന്നാണ് പറയുന്നത്. ഏത് യന്ത്രത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് നമുക്ക് അസഹ്യത ഉണ്ടാവും. മിക്സിയൊക്കെ ഇങ്ങോട്ട് അരയ്ക്കാൻ തുടങ്ങിയുണ്ടല്ലോ, ചില മിക്സിയുടെ ശബ്ദമാണ് കേട്ടാൽ ഓടാൻ തോന്നുന്നില്ലേ. ആ ശബ്ദങ്ങളൊക്കെ കൃത്രിമമാണ്. പക്ഷിയുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ വചനമീശ ശകുന്തപങ്ക്തി, പക്ഷികളുടെ ശബ്ദം അങ്ങയുടെ വാക്കാകുന്നു, അതാണ് അതിന് ഇത്ര മധുരം എന്നാണ്. സിദ്ധാദയ സ്വരഗണ മുഖരനിസിദ്ധാദയ സ്വരഗണ എന്ന് പറഞ്ഞിരിക്കണം. സിദ്ധാദികൾ ഒക്കെ ഭഗവാന്റെ വായിൽ നിന്നുണ്ടാകുന്നതാണ്. സ്വരഗണങ്ങൾ സരിഗമ പതനി എന്ന സ്വരഗണങ്ങൾ സിദ്ധാസിദ്ധന്മാരാകുന്നു. ഈ ലോകത്തിലെ സിദ്ധന്മാരാണ് സ്വരങ്ങളായി നിവർത്തിക്കുന്നത്. മുഖരന്ധ്രം അഗ്നി, മുഖം എപ്പോഴും അഗ്നിയാണ്. അത് ഉപമിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ മുഖത്തിൽ നിന്നുള്ള വാക്ക് നല്ലതിനും മതി ചീത്തയ്ക്കും മതി. ചീത്ത വാക്ക് ഒരുപാട് അപകടം ഉണ്ടാക്കും, നല്ല വാക്കോ നന്മയും തെറ്റി. രണ്ടിനും ഉദാഹരണം നമുക്ക് നോക്കിയാൽ അറിയാം. സീത അപഹരിക്കപ്പെടുന്നതിന് കുറച്ച് മുമ്പ് രാമൻ കള്ളക്കരച്ചിൽ കരഞ്ഞു എന്ന് തോന്നിയത്തേക്ക് വിധം മാരീചന കരഞ്ഞത്. അപ്പോൾ സീത പറഞ്ഞ വാക്ക് എന്താണ്? ലക്ഷ്മണ, എന്നെ സ്വന്താക്കാനാണ് നിൻ്റെ ആഗ്രഹം എന്ന് അല്ലേ. എന്ത് സംഭവിച്ചു? ലക്ഷ്മണൻ അവിടുന്ന് പോയി 11 മാസം സീതയ്ക്ക് നരക ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. എന്താ കാരണം? ആ ഒരൊറ്റ വാക്കാണ്. ലക്ഷ്മണൻ അവിടെ ഉണ്ടെങ്കിൽ രാവണന് തൊടാൻ പറ്റുമോ? രാവണനും അടക്കറിയാം, ഉണ്ടെങ്കിൽ തനിക്ക് പറ്റില്ല, തൻ്റെ പദ്ധതി നടപ്പാവാൻ അകറ്റി അവിടുന്ന്. അപ്പം ആ വാക്ക് ഒന്നാണ്. സീതയെ 11 മാസം എന്നെ വെട്ടി കഷ്ണാക്കുന്ന പറയണ രാക്ഷസികൾ, രാവണന് വഴങ്ങിയിട്ടില്ലെങ്കിൽ. ഒരു ജനക മഹാരാജാവിൻ്റെ മകള്, രാമൻ്റെ പത്നി കൗസല്യ മുതലായിട്ട് ആ രാജ്ഞിയുടെ സ്നുഷ എന്ന് പറഞ്ഞാൽ മകൻ്റെ ഭർത്താവ്, മകൻ്റെ പത്നി എങ്ങനെ ഇരിക്കേണ്ട ആളാണ്. ഈ കാട്ടിലായാൽ തന്നെ പ്രശ്നമൊന്നുമില്ല രാമൻ്റെ കൂടെയാണെങ്കിൽ. അപ്പോൾ ആ ഒരു വാക്കാണ് എല്ലാറ്റിനും കാരണമായത്. അതാണ് മുഖത്തിനെ അഗ്നിയായിട്ട്, നല്ല വാക്ക് നല്ലതാവാൻ. അഗ്നി ഇങ്ങനെ തെളിഞ്ഞ് കത്തുമ്പോൾ എന്ത് സുഖമാണ്. വിളക്കൊക്കെ കത്തുമ്പോൾ പഞ്ചതിരി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കത്തുമ്പോൾ വിളക്ക് വെച്ചാൽ നല്ല സുഖമായിരിക്കും. അത് തീ പിടിച്ചാലോ മൊത്തം പോയില്ലേ, ഭസ്മായി. അതുപോലെ ഹനുമാനെ വാക്കുകൊണ്ട് പ്രകീർത്തിച്ചു ജാമ്പവാൻ. അപ്പോഴാണ് സമുദ്രം ചാടാനുള്ള കഴിവുണ്ടായത്. അപ്പോൾ ഒരു വാക്കുകൊണ്ട് നന്നാക്കാനും പറ്റും, കേടുവരുത്താനും പറ്റും. അഗ്നി, വാക്ക്, മുഖം, രന്ധ്രം എന്ന് പറഞ്ഞാൽ അവിടെ വാക്ക് നേരത്തെ പക്ഷികളാണെന്ന് പറഞ്ഞു, മുഖമായിട്ടും ചിത്രീകരിച്ചു. ദേവാ ഭുജാസ്തനയുഗം തവ ധർമ്മദേവ, ധർമ്മദേവനാണ് 2 സ്തനദ്വയങ്ങൾ. ഭഗവാന്റെ ആരിടത്തിലെ ഇടത്തും വലത്തുമായിട്ടുള്ള സ്തനദ്വയങ്ങൾ ധർമ്മദേവൻ്റെയും സ്ഥാനം ആകുന്നു. മായാവിലാസകസിതം, മായയാണ് പുഞ്ചിരി. ശ്വസിതം സമീരോ, ശ്വാസമാണ് സമീരൻ വായു. ജിഹ്വാ ജലം, നാവാവട്ടെ ജലവും. വചനമീശ ശകുന്തപങ്ക്തി, വാക്കുപക്ഷിയുള്ള ശബ്ദം. സിദ്ധാദയ സ്വരഗണ, സിദ്ധന്മാർ സരിഗമപദനി എന്ന സ്വരങ്ങളും. മുഖരന്ധ്രമഗ്നിർ, മുഖമഗ്നിയും. ദേവാഭുജാർത്തനയുഗം തവ ധർമ്മദേവ, 2 മാരുടെ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ധർമ്മദേവനാണ് എന്ന് പറഞ്ഞു വെച്ചു. ഇനി അടുത്തത് പൃഷ്ടന്തു അധർമ്മ ഇഹദേവ മനസ്സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷേഷ്ടമുദ്ര നിവകാവസനന്തു സന്ധി ക്ഷേമ പ്രജാപതിരസോ വൃഷണൗചമിത്ര. ഇതിലും 4-5 കാര്യങ്ങൾ പറയുന്നു. ഒന്ന് പൃഷ്ടം, കബന്ധൻ്റെ സ്തുതിയിൽ രാമായണത്തിൽ പറഞ്ഞു ഇല്ലേ, പൃഷ്ടം തു അധർമ്മ. അവിടെ എന്തുവാന്ന് വന്നത് എങ്ങനെയാണ്? പൃഷ്ടം
അനുസ്വാരം. പൃഷ്ടം മുറുക്കട്ടിട്ടുള്ളതാണ് പൃഷ്ടം. പിൻഭാഗം തു അവ്യയം. തു അവ്യയം. പൃഷ്ടം തു. പിന്നെന്താണ് അധർമ്മ. ആ തൂയും അധർമ്മൊന്നും അവിടെ ആയൊന്നും അവിടെ കാണാനില്ല. അവിടെ എന്തു അധർമ്മ എന്നായി. അത് സന്ധിയാണ്. ചേർന്ന് വന്നപ്പോൾ പൃഷ്ടന്തു അധർമ്മ വായിക്കുമ്പോൾ പൃഷ്ടന്തു അധർമ്മ എന്ന് വായിച്ചാലേ കിട്ടുള്ളൂ. പൃഷ്ടന്തു അധർമ്മ. നേരത്തേക്ക് ദ്വാ എന്നൊക്കെ പറയുന്ന പോലെ ഉവ ചേർത്ത് പറയാൻ നല്ലത്. പൃഷ്ടന്തു അധർമ്മ. ഇവിടെ വായല്ല ആയാണെന്ന് മാത്രം. പൃഷ്ടന്തു അധർമ്മ. പൃഷ്ടം തു അധർമ്മ. ഇഹദേവ പിൻഭാഗം അധർമ്മമാണ്. മനസ്സുധാംശു. മനസ്സോ ചന്ദ്രൻ. ജ്യോതിഷപ്രകാരം ചന്ദ്രൻ്റെ സ്ഥാനം നോക്കിയിട്ടാണ് ജ്യോത്സ്യന്മാർ മനസ്ഥിതി പറയുക. ചന്ദ്രൻ നല്ല സ്ഥാനത്ത് വെച്ചാൽ പൂർവ്വപുണ്യമുണ്ട്, സജ്ജനസംഘം ഉണ്ടാവും, നല്ല ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടാവും, ഈശ്വരാധീനം ഉണ്ടാവും എന്നൊക്കെ പറയും. ചന്ദ്രൻ നീചസ്ഥാനത്താണെങ്കിൽ നീചജന സംസർഗം ഉണ്ടാവും എന്ന് പറയും. ഈശ്വരാധീനക്കുറവ് എല്ലാ രംഗത്തും കാണും എന്ന് പറയും. അപ്പം മനസ്ഥിതിയാണ് ചന്ദ്രൻ കാണിക്കുന്നത്. മനസ്സുധാംശു. സുധാ ചന്ദ്രൻ. സുധാംശു നിലാവ് എന്ന് വേണമെങ്കിൽ പറയാം. സുധാംശു ചന്ദ്രൻ. അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ. ഹൃദയാംബുജം അവ്യക്തമേവ. ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെ. ഭഗവാന്റെ ഹൃദയം എന്ന് പറയുന്നത് അവ്യക്തം എന്ന് ലോകത്തിൽ പറയുന്ന തത്വമാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയ്ക്കാണ് അവ്യക്തം എന്ന് പറയുക. പ്രപഞ്ചം ഇല്ലാത്തപ്പോഴത്തെ അവസ്ഥ ആണ് ഹൃദയം. ഹൃദയം എപ്പോഴും ഗൂഢസ്ഥാനത്താണ്, കാണാൻ പറ്റില്ല. അപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മുമ്പേ ഉള്ള അവസ്ഥയാണ് ഈ അവ്യക്തം എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത്. ഓരോ വാക്കിന് പല അർത്ഥങ്ങളുമാണ്. ഇവിടെ സൃഷ്ടിക്ക് മുമ്പേ ഉള്ള അവസ്ഥ, ശൂന്യാവസ്ഥ എന്നാണ്. അവ്യക്തം ഹൃദയാംബുജമേവ. കുക്ഷുദ്രനിവഹോ കബന്ധൻ്റെ തുതിയിൽ പറഞ്ഞ പോലെ തന്നെ വയറ്. കുക്ഷി എന്ന് പറഞ്ഞാൽ വയറ്. വയറാവട്ടെ സമുദ്രം. നിവഹ എന്ന് പറഞ്ഞാൽ പല സമുദ്രമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, ബംഗാൾ കടലുണ്ട്, അറബിക്കടലുണ്ട്, വേറെയും സമുദ്രങ്ങളുണ്ട്, ശാന്തസമുദ്രം. അപ്പോൾ ആ സമുദ്രങ്ങളിലൊക്കെ കൂടിയാണ് നിവഹ. വസനം തു സന്ധ്യേ. വസ്ത്രമാകട്ടെ സന്ധ്യ. അതും കബന്ധൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വസനം തു സന്ധ്യേ ശേബ പ്രജാപതിരസോ വൃഷണോ ചമിത്ര. ജനനേന്ദ്രിയം പ്രജാപതിയാണ്. പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജകളെ സൃഷ്ടിക്കുന്നവൻ. സൃഷ്ടിയതുകൊണ്ടാണല്ലോ നടത്തണം. അവിടെയാണ് ശേഭ എന്ന് പറഞ്ഞാൽ ഈ ജനനേന്ദ്രിയം. മുൻഭാഗത്തെ ഇന്ദ്രിയം ശേഭ. പ്രജാപതി രസോ വൃഷണവും ചമിത്ര. വൃഷണങ്ങൾ ജനനേന്ദ്രിയത്തിൻ്റെ വേറൊരു ഭാഗം മിത്രനും ആകുന്നു. മിത്രൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ മിത്രൻ എന്ന ദേവതയാണ് ആയിട്ടാണ് പറയുക. മൈത്രേയൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പുത്രൻ. വൃഷണങ്ങൾ മിത്രനും ശേഭ പ്രജാപതിയാണ്. പൃഷ്ടം തു അധർമ്മം. പിൻഭാഗം അധർമ്മം. മനസ്സ് ചന്ദ്രൻ. അവ്യക്തം എന്ന് പറയുന്ന സൃഷ്ടിക്ക് മുമ്പത്തെ അവസ്ഥ ഹൃദയം. അംബുജാക്ഷാന്ന് സംബോധനയാണ് കേട്ടോ. വയറ് സമുദ്രമാണ്. വസ്ത്രം സന്ധ്യയാണ്. ശേഭ വൃഷണോ എന്നുള്ളത് പ്രജാപതി മിത്രനുമാണ്. 7 കാര്യമാണ് അതിൽ പറഞ്ഞത്. സമുദ്ര നിവഹാവസന. അപ്പോൾ മുൻഭാഗം ധർമ്മമാണ് എന്ന് ഉറപ്പായി. ഇതിവിടെ പറഞ്ഞിട്ടില്ല. പിൻഭാഗം അധർമ്മമാണെങ്കിൽ മുൻഭാഗം ധർമ്മമാവണല്ലോ. പൃഷ്ടം തു എന്നാണ് വാക്ക്. പൃഷ്ടം തു അധർമ്മ ഇഹ ദേവ മനസ്സുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിഷ്ടമുദ്രനിവഹാവസനം തു സന്ധ്യേ ശേപ പ്രജാപതിരസോ വൃഷണൗ ച മിത്ര. എൻ്റെ ഒരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.